സുപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നാണോ ഡോക്ടർ പറയുന്നത്? വന്നു എന്നല്ല, വരാനുള്ള സൂചനകൾ രോഗിയുടെ ശരീരം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ സംഘർഷം അനുഭവിക്കുന്ന ആൾ ജ്യോതിയാണെന്ന് എനിക്കറിയാം. ജ്യോതിക്ക് ഭയമുണ്ടോ? സുപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ജ്യോതിയുടെയും DKയുടെയും ലൈഫിനെ ഇല്ലാതാക്കുമെന്ന് പേടിയുണ്ടോ? ഇല്ല ഡോക്ടർ, സുപ്രിയ എന്താന്ന് എനിക്കിപ്പോൾ നന്നായി അറിയാം. അവൾ ഒരിക്കലും എനിക്കൊരു തടസ്സമോ ബാധ്യതയോ ഒന്നും ആവില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭയവും ഇല്ല. എങ്കിൽ കുറച്ചു നാളുകൂടി ആ കുട്ടി അമരാവതിയിൽ തന്നെ തുടരട്ടെ. അവളും ഈ ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിക്കട്ടെ. ഡോക്ടർ എന്താ പറഞ്ഞത്? തൽക്കാലം അമരാവതിയിൽ നിന്നും നിന്നെ എങ്ങോട്ടും വിടണ്ടെന്നാ ഡോക്ടറുടെ തീരുമാനം. അസുഖം ഭേദമാവും തന്നെയാ ഡോക്ടർ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോ ഞാൻ മരിക്കില്ലല്ലേ? അല്ല, എന്താ നിന്റെ മുഖത്തൊരു സംശയം? അല്ല, ജീവിതത്തിന്റെ തമാശയെക്കുറിച്ചൊന്ന് ആലോചിച്ചു പോയതാ ഞാൻ. ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് നീ ഉറപ്പിച്ച് പറഞ്ഞതുകൊണ്ടാ നിന്നെ ഞാൻ അമരാവതിയിൽ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇപ്പോ നിന്റെ അസുഖം കുറയുന്നു എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയില്ല. DKയുടെ സാമീപ്യമാണ് നിന്റെ അസുഖത്തിന് കുറവുണ്ടാക്കിയതെന്ന് ഡോക്ടർ പറയുന്നത്. നീ എനിക്ക് ഒരിക്കലും ഒരു തടസ്സമോ ബാധ്യതയോ ആയിരിക്കില്ലെന്നാ അകത്ത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ട് പോകുന്നത്. അതങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? പക്ഷേ എനിക്കറിയാം സുപ്രിയ, ഇനി ഒരിക്കലും അങ്ങനെ ആവില്ല. അതുകൊണ്ട് അകത്ത് ഡോക്ടറോട് പറഞ്ഞതിൽ ഞാനൊരു മാറ്റം വരുത്താൻ തീരുമാനിച്ചു. അടുത്ത മാസം ചെക്കപ്പ് കഴിയുന്ന ദിവസം വരെ നിനക്ക് അമരാവതിയിൽ താമസിക്കും. പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നീ തിരിച്ചു പോണം. പോയേ പറ്റൂ. ഇല്ല ജ്യോതി, തൽക്കാലം നീ പറയുന്നതനുസരിക്കാൻ എനിക്ക് പറ്റില്ല. ഉടനെയൊന്നും അമരാവതിയിൽ നിന്ന് ഞാൻ തിരിച്ചു പോവില്ല. അതിനൊരു കാരണമുണ്ട്. വാ, വരാൻ. ഇരിക്ക്. എന്തിനാ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? ഇരിക്കടോ. പോസിറ്റീവാണ്. ഏയ്, എന്താ ഇത്? സന്തോഷിക്കല്ലേ വേണ്ടത്? ജ്യോതി, നീ DKയുടെ കുഞ്ഞിന്റെ അമ്മയാവാൻ പോകുന്നു.
എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. തൽക്കാലം ഞാൻ കുറച്ച് ടാബ്ലറ്റ് എഴുതരാം, അത് കഴിക്കണം. 15 ഡേയ്സ് കഴിഞ്ഞ് ഹസ്ബൻഡുമായിട്ട് വരണം. ഓക്കെ? ശരി ഡോക്ടർ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. ആ പിന്നെ ജ്യോതിയെ കുറച്ചുകൂടി കെയർ ചെയ്യണം. ഭാരമുള്ളതൊന്നും എടുക്കരുത്, സ്റ്റെപ്പ് കയറരുത്. തൽക്കാലത്തേക്ക് അടുക്കളയിലൊന്നും കയറാൻ പോകണ്ട. അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, അവര് ചെയ്യട്ടെ. എല്ലാം ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. ഇനി ഇവളെ കെയർ ചെയ്യേണ്ടത് എന്റെ ഡ്യൂട്ടിയാ. വെരി ഗുഡ്. താങ്ക് യു ഡോക്ടർ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ. ശരി. ശരി. சார், இதுதான் அந்த பொண்ணு. இந்த அம்மாவே உங்களுக்கு தெரியுமா? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. சார், உங்களோட வைஃபு ஆக்சிடென்ட் ஆன அந்த இடத்து தான் ஒரு 2-3 டேஸ் முன்னாடி ஒரு மெடிக்கல் ஸ்டூடெண்ட்ஸ் டீம் ஆக்சிடென்ட் ஆனது. அந்த அம்மாவே இதுவரைக்கும் திரும்பி கிடைக்கல. சார், பெங்களூர் ராமையா மெடிக்கல் காலேஜிலே மெடிக்கல் ஸ்டூடெண்ட் தான் இந்த பொண்ணு. மலையாளி பொண்ணு தான். பேர் வந்து லேகா. வரேன் சார். എന്താ ഇത് ജ്യോതി? കരയാതെ, നീ സന്തോഷിക്കേ. നിന്റെ ഉള്ളിലുള്ളത് DKയുടെ ജീവന. DK നിന്റെ നെറ്റിയിൽ ചേർത്തിയ സിന്ദൂരത്തിന് ഇപ്പൊ അർത്ഥം ഉണ്ടായി. DKയുടെ വെറും ഭാര്യയല്ല, അദ്ദേഹത്തിന്റെ കുഞ്ഞിന്റെ അമ്മയാ. ഗുരുവായൂരപ്പൻ നിന്നെ രക്ഷിച്ചു. ഹോ, ഇതറിയുമ്പോഴുണ്ടല്ലോ അമരാവതിയിലെ ഉത്സവം തന്നെ ആയിരിക്കും. നീ എന്താ ആലോചിക്കുന്നത്? സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്നറിയാത്ത അവസ്ഥയില്ല ഞാനിപ്പോ. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നീ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് DK ആയിരിക്കും. ഇനി അതും ഇതും ആലോചിച്ച് വെറുതെ മനസ്സ് ടെൻഷൻ അടിപ്പിക്കല്ലേ. നിന്റെ വയറ്റിലൊരു കുഞ്ഞു കിടക്കുക, അത് ഓർമ്മ വേണം. ഒരു തവണ കള്ള അഭിനയിച്ച് ഞാൻ അവരെല്ലാം പറ്റിച്ചതല്ലേ. അതുകൊണ്ട് ഇത്തവണ ഞാൻ ഗർഭിണിയാണെന്നൊക്കെ പറഞ്ഞ അവര് വിശ്വസിക്കോ? പുലി വരുന്നേന്ന് പറഞ്ഞിട്ട് അവസാനം ശരിക്കും പുലി വന്നപ്പോ ആരുമില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലായി. ജ്യോതി, നീ ഇനി അതൊന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കേണ്ട സമയമല്ലിത്. ഒരു കാര്യം മാത്രം നീ ഓർത്താ മതി. നിന്റെ വയറ്റിൽ ഒരു കുഞ്ഞ് വളരാൻ പോകുന്നു. അമരാവതിയിലെ ഭാവി അവകാശിയാ നിന്റെ വയറ്റിലുള്ളത്. ഇത് സന്തോഷിക്കേണ്ട സമയം. ആദ്യം ഈ കാര്യം അറിയേണ്ടത് DKയാ.
എന്നാ പിന്നെ നമുക്ക് ഓഫീസിലേക്ക് പോയാലോ? ആ ആ അവിടെ വെച്ചാവുമ്പോ ഹിറ്റ്ലറിനോട് സമാധാനത്തെ കാര്യങ്ങൾ സംസാരിക്കാലോ. സുപ്രിയ, ഇത് കേൾക്കുമ്പോ ഹിറ്റ്ലറിന് വലിയ സന്തോഷവും അല്ലേ? സംശയം എന്താ? ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് DK തന്നെയായിരിക്കും. എത്രയോ കാലം കൊണ്ട് DKയും അമ്മയും എല്ലാവരും അമരാവതിയിൽ ഒരു കുഞ്ഞിക്കാല് കാണാൻ കാത്തിരിക്കുക. ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ സന്തോഷം കൊണ്ട് നിന്നെ പൊക്കിയെടുക്കും. നല്ല ആളുടെ അടുത്തേക്കാ ചെല്ലുന്നെ, പൊക്കിയെടുക്കും. നീ നോക്കിക്കോ, അവിടെ ചെല്ലുമ്പോ ഉണ്ടാവുന്ന സന്തോഷം കണ്ടേ നീ അമ്പരക്കും. സുധാരനാരെ, പിള്ളേ, താനിത് എവിടെയായിരുന്നു? ഞാൻ 2 ദിവസമായി തന്നെ അന്വേഷിക്കായിരുന്നു. ഞങ്ങളെ 2 ദിവസമായിട്ട് പ്രിയമോളുടെ വീട്ടിലായിരുന്നു. അങ്ങനെ വരട്ടെ. നിങ്ങൾ രണ്ടുപേരും മുത്തച്ഛനും മുത്തശ്ശിയും ആകാനുള്ള സന്തോഷത്തിലാണല്ലോ. പിന്നല്ലാതെ വയസ്സുകാലത്ത് വരണ്ടുണങ്ങി പോകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന മഴത്തുള്ളികളല്ലേടോ നമ്മുടെ കൊച്ചുമക്കള്. അല്ല, തന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? തനിക്ക് 24 മണിക്കൂറും അമ്പലവും ഉത്സവമൊക്കെ തന്നെയല്ലേ ഉള്ളൂ. അക്കാര്യം പറയാനാ ഞാൻ തന്നെ അന്വേഷിച്ചത്. നമുക്കുടനെ അമ്പല കമ്മിറ്റി വിളിക്കണം, ഉത്സവം നടത്തണ്ടേ? വേണം. ഇത്തവണ നല്ല അന്തസ്സായിട്ട് തന്നെ ഉത്സവം നടത്തണം. അതിനു മുമ്പ് താൻ ജയിലിലേക്കൊന്നും പോകത്തില്ലല്ലോ അല്ലേ? ഇല്ലടോ പിള്ളേ, അതിനൊക്കെ ഇനിയും സമയമുണ്ട്. ഇനി അഥവാ ജയിലിൽ പോയാലും ഉത്സവം കാണാൻ പരോളൊക്കെ കിട്ടും. ഉത്സവം കാണാൻ പരോള് കിട്ടുമോ? അതൊക്കെ കിട്ടുവടോ. തവാ, നമുക്ക് കുറെ വിശേഷങ്ങൾ പറയാനുണ്ട്. വീട്ടിൽ കയറി ചായ കുടിച്ചിട്ടിരിക്കാം. അതെ, ഇത്തവണ ഉത്സവത്തിന് ചെലവ് കൂടുതലായിരിക്കും. മനസ്സറിഞ്ഞ് സഹായിക്കാൻ തന്റെ മൂത്ത മരുമകനോട് പറയണം. അതൊക്കെ ഞാൻ പറയാം, താൻ വാ. എന്താ നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്നും പറയാനില്ലേ? ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടുത്തെ രീതികൾക്കനുസരിച്ച് വേണം നിങ്ങൾ പെരുമാറാൻ. ആളുകൾക്ക് കഴിക്കാനുള്ള ആഹാരമാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. അത് ശുദ്ധമായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, രുചിയുള്ളതായിരിക്കണം. ഒരു കസ്റ്റമർ തരുന്ന പണത്തിന് തുല്യം മൂല്യമുള്ളതായിരിക്കണം. ഒരു അബദ്ധം പറ്റിയതോ സാറേ? ഇനി അത് ആവർത്തിക്കാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. എക്സ്ക്യൂസ് മീ. നിങ്ങൾക്കിത് അബദ്ധം. പക്ഷേ ഭക്ഷണം കഴിച്ചവർക്ക് എന്തെങ്കിലും ജീവൻ അപകടം പറ്റിയിരുന്നെങ്കിലോ ആര് സമാധാനം പറയും? എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇവിടെ ഒരു അത്യാവശ്യ കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നീ കണ്ടില്ലേ? നമുക്ക് വൈകുന്നേരം സംസാരിക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ഹരിപ്രിയയുടെ ടെസ്റ്റ് ഒക്കെ നടത്തിയില്ലേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, ഞാൻ ടെസ്റ്റ് അതിന്റെ റിസൾട്ട് പറയാൻ. ടെസ്റ്റിന്റെ റിസൾട്ട് ഒക്കെ ഞാൻ കണ്ടിട്ട് എന്ത് കാര്യം? അത് ഡോക്ടറെ കാണിച്ചില്ലേ? അല്ല, അതല്ല. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. നീ വീട്ടിലേക്കല്ലേ? നമുക്ക് വൈകിട്ട് സംസാരിക്കാം. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കത് കേൾക്കുമ്പോ വലിയ സന്തോഷവും. ഇവര് കാരണം ആകെ നാറി നാണം കെട്ട് നിൽക്കാൻ ഞാൻ. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോയ കസ്റ്റമറെ ഒരു വിധത്തില പറഞ്ഞ് സമാധാനിപ്പിച്ചത്. എന്താ പ്രശ്നം? അത് മാഡം, ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നൊരു ഫാമിലി കുറച്ച് വെജിറ്റേറിയൻ ഫുഡ് പാഴ്സലായി പറഞ്ഞിരുന്നു. പക്ഷേ ഇവൻ അറിയാതെ അതിൻ്റെ അകത്ത് 2 ചിക്കൻ പീസ് എടുത്തിട്ടു. അത് വലിയ പ്രശ്നമായി. അയ്യേ, ഇതാണോ ഇത്രയ്ക്ക് വലിയ പ്രശ്നം? അതിപ്പോ ഫുഡ് കഴിക്കാതിരുന്ന പോരെ? ഹിറ്റ്ലറേയും ഇത് വളരെ ചെറിയ പ്രശ്നമല്ലേ? നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ കാര്യം എനിക്ക് പറയാനുള്ളത്. അത് ജ്യോതി, നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ വീട്ടിലേക്ക് വരാം, നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും എനിക്കിപ്പോൾ സംസാരിക്കാൻ സമയമില്ല. എനിക്ക് അത്യാവശ്യമായി കസ്റ്റമറുടെ വീട് വരെ ഒന്ന് പോകണം. ഒരിക്കൽ ഞാൻ നിങ്ങളൊക്കെ വിഷമിപ്പിച്ചതാ. അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നതിൽ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു.
പക്ഷേ ഇപ്പൊ ദൈവം തന്നെ ആ സങ്കടം മാറ്റിയിരിക്കുവോ? ആ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ജ്യോതി, നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാം. നീ ഇപ്പൊ പോ. ചെല്ല്. അത് ചെല്ല്. ആ ഫാമിലി ഓർഡർ ചെയ്ത അത്രയും വെജിറ്റേറിയൻ ഫുഡ് അവർക്ക് ഇപ്പൊ തന്നെ ഉണ്ടാക്കി എത്തിക്കണം. താൻ തന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് പറ്റിയ അബദ്ധത്തിന് അവരോട് സോറിയും പറയണം. പറയാം സാർ. എന്നാ ചെല്ല്. 1/2 മണിക്കൂറിനകം ഫുഡ് റെഡി ആയിരിക്കണം. എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊടുത്തേക്കാം. ശരി സാർ. നീ ഇങ്ങനെ നിരാശപ്പെടണ്ട. DK എന്തെങ്കിലും തിരക്കുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞത്. എത്ര തിരക്കുണ്ടെങ്കിൽ എന്താ, സ്വന്തം ഭാര്യ ഒരു കാര്യം പറയാൻ വരുമ്പോ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ഒരു മനസ്സെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? നീ അത് വിട്. പിന്നെ DK വൈകിട്ട് വീട്ടിൽ വരുമല്ലോ, അപ്പൊ പറയാം. എന്തൊക്കെ ആഗ്രഹങ്ങളോടെ അങ്ങോട്ട് പോയത്. ഓ, ഇത് കേൾക്കുമ്പോ സന്തോഷം കൊണ്ട് എന്നെ പൊക്കിയെടുത്ത് വട്ടം ചുറ്റിക്കുമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? ആകെ കോളമായി. അതെ, നമുക്കൊന്നുകൂടെ പോയി പറഞ്ഞാലോ? ഇനിയിപ്പോ ഒന്നും പറയാൻ പോണ്ട. എന്തേ? എനിക്ക് മസാല ദോശ തിന്നാൻ തോന്നുന്നു. എന്തേ മസാല ദോശ നീ കേട്ടിട്ടില്ലേ? എടി പെണ്ണെ, സ്വാമീസ് ഹോട്ടലിൽ നിന്ന് എനിക്കൊരു മസാല ദോശ കഴിക്കണം എന്ന്. ശരി, വാങ്ങിത്തരാം. അത് മാത്രം പോരാ, പിന്നെ എനിക്ക് കുറച്ച് പച്ചമാങ്ങയും കൂടി വേണം. എന്താ ചിരിക്കുന്നേ? നീ പറയുന്ന കേട്ടാ തോന്നും നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ ഉത്തരവാദി ഞാനാണെന്ന്. ആ കുറച്ച് ഉത്തരവാദിത്വം നിനക്കുണ്ട്. നീയല്ലേ ഹിറ്റ്ലറിന്റെ ആദ്യ ഭാര്യ. അപ്പൊ നീ തന്നെ വേണം എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ. അയ്യടാ, നീ ആള് കൊള്ളാലോ. ശരി ശരി. മൈ ലിറ്റിൽ കണ്ണ, ഞാൻ എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ? ഓ, ഞാൻ എത്ര കാലമായിട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോഴാ നീ എന്റെ ആഗ്രഹം സാധിച്ചു തന്നത്. അവള് പ്രഗ്നന്റ് ആയി കണ്ണ. ഇനി ഈ വീട്ടില് ഒരു കുഞ്ഞിക്കാലം ഓടിക്കളിക്കാൻ പോവുക. എന്തൊരു സന്തോഷം എനിക്ക്. ഞാൻ ഇതെങ്ങനെ പറഞ്ഞറിയിക്കും കണ്ണ. കണ്ണ, അതെ, നിന്നെ പോലൊരു കുട്ടിയെ തന്നെ വേണം എനിക്ക്. ഇത്രയും നാളെ ഞാൻ വിചാരിച്ചതേ നീ എന്റെ പ്രാർത്ഥന അവഗണിക്കുകയാണെന്ന. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി. കൊള്ളക്കണ്ണൻ, ഇത്രയും നാളും എന്നെ പറ്റിച്ചതേ ഇങ്ങനെ അനുഗ്രഹിക്കാനായിരുന്നു അല്ലേ? പക്ഷേ ഈ സമയത്ത് അവള് ഗർഭിണിയാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല കണ്ണ. ഓ, നീ വെറും കണ്ണനല്ല, കള്ളക്കണ്ണനാ. കണ്ണ, ഞാൻ ഇപ്പൊ വരാമേ. ആരാന്ന് നോക്കട്ടെ. എന്റെ കൃഷ്ണ ഗുരുവായൂരപ്പ.
ജ്യോതി, ആ ദേ എടുത്തു ചാടി ഇപ്പൊ ആരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഒരിക്കൽ നിന്റെ കയ്യിൽ നിന്ന് ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് ഇപ്പൊ പെട്ടെന്ന് വിശ്വസിക്കണമെന്നില്ല. എന്തായാലും ഞാൻ ഇക്കാര്യം അമ്മയോട് പറയാൻ പോവാ. ഞാൻ ഈ വീട്ടിൽ വന്ന നാൾ മുതൽ അമ്മ എനിക്ക് തന്ന സ്നേഹം മാത്രമായിരുന്നു എന്റെ ധൈര്യം. ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ദിവസവും കണ്ണന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന അമ്മയോട് ഈ സന്തോഷ വാർത്ത ഞാൻ എങ്ങനെ പറയാതിരിക്കുക? അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് എനിക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. നിന്നേക്കാൾ മുൻപ് ആ സ്നേഹം അനുഭവിച്ചവളാ ഞാൻ. ഇത്രയും നാളത്തെ അമ്മയുടെ പ്രാർത്ഥന സഫലമായി എന്നറിയുമ്പോ അമ്മയ്ക്ക് സന്തോഷാവും. നീ വാ, നമുക്കിപ്പൊ തന്നെ അമ്മയോട് കാര്യം പറയാം.